പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിലെ ഏറ്റവും കരുത്തരായ ഭരണാധികാരികളിൽ ഒരാളാണ് രാജ്നാഥ് സിംഗ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് പുത്തൻ ആയുധങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, മറ്റു വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് നിന്ന് അദ്ദേഹം കൊണ്ടുവരുന്ന കരാറുകൾ, ഇതെല്ലാം ഒരു പ്രതിരോധ മന്ത്രി എങ്ങനെ രാജ്യസുരക്ഷയെ കാത്തുസൂക്ഷിക്കണം അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും മാതൃകയാവുന്ന തീരുമാനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വളരെ ശക്തമായ ഭാഷയിൽ വീണ്ടും രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് താക്കീത് നൽകിയിരിക്കുകയാണ്. ഭീകരതയ്ക്ക് വെള്ളം കോരുന്ന പാകിസ്ഥാന് സിന്ധു നദിയിൽ നിന്നും വെള്ളമില്ല എന്നുള്ള കാര്യം അദ്ദേഹം അതിശക്തമായിട്ടുള്ള താക്കീത് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ വെള്ളിയാഴ്ചയാണ് രാജ്നാഥ് സിംഗ് അപലപിച്ചത്. സിന്ധു നദിയിലെ വെള്ളം അതിനെ സ്പോൺസർ ചെയ്യുന്നവരിലേക്ക് എത്താൻ NDA സർക്കാർ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. തെലങ്കാന BJP ഹൈദരാബാദിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഷ മനസ്സിലാകാത്തവരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തങ്ങൾക്ക് അറിയാമെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സർക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെയും സൈനികരുടെ ധീരതയും ചോദ്യം ചെയ്തതിനെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും വിമർശിച്ചും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് കണ്ണുനീർ വറ്റിപ്പോയവർ ഞങ്ങളിൽ നിന്നും വെള്ളം പ്രതീക്ഷിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളം തീവ്രവാദികളുടെ രക്ഷാധികാരികളിലേക്കും മനുഷ്യരാശിയുടെ ശത്രുക്കളിലേക്കും എത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോകത്തെ വിശ്വസ്ത പങ്കാളി ഇന്ത്യ ഉയർന്നു വന്ന ദുരന്തങ്ങൾ നേരിട്ട രാജ്യങ്ങളെ എപ്പോഴും സഹായിച്ചതായും സിംഗ് എടുത്തു പറഞ്ഞു. ഏതൊരു രാജ്യത്തിനും എന്തൊരു ദുരന്തം വന്നാലും ഇന്ത്യയിൽ നിന്നും സഹായം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. COVID-19 മഹാമാരിയുടെ സമയത്ത് നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകിയ സഹായത്തെ ഉദ്ധരിച്ച് ആഗോളതലത്തിൽ ലോകത്തിന്റെ സുഹൃത്തായിട്ടാണ് അദ്ദേഹം കാണുന്നത്. എങ്കിലും ഇന്ത്യയുടെ ശത്രുക്കൾ രാജ്യത്തിന് വാക്സിനുകൾ മാത്രമല്ല ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ കയറ്റുമതി 2 ട്രില്യൺ ആകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 1.50 ലക്ഷം കോടി രൂപയാണെന്നും ഒരു മാസത്തിനുള്ളിൽ ഇത് 1.70 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മുതൽ 2019 വരെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പ്രതിരോധ ബജറ്റ് വിഹിതം 2.5 ലക്ഷം കോടിയിൽ നിന്നും 8 ലക്ഷം കോടി രൂപയായി ഉയർന്നതായും സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ ബജറ്റ് വിഹിതം 2.5 ലക്ഷം കോടിയിൽ നിന്നും 8 ലക്ഷം കോടി രൂപയായി ഉയർന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയാണെന്നും ദിവസങ്ങളിൽ ഈ കണക്ക് ഇനിയും വർദ്ധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ 100 രാജ്യങ്ങളിലേക്ക് പ്രതിരോധ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പുതിയൊരു താക്കീതാണ്. അല്ലെങ്കിൽ ഇനിയും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടപടികൾ സ്വീകരിച്ചാൽ കൃത്യമായും പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇനി ഇന്ത്യയോട് കളിക്കാൻ നിൽക്കരുത്. പല രാജ്യങ്ങളും പാകിസ്ഥാന് ഇത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.